സംവിധായകനായി 2012 പുറത്തിറങ്ങിയ കർമ്മയോധ സിനിമയുടെ തിരക്കഥ സംവിധായകൻ മേജർ രവി മോഷ്ടിച്ചതാണെന്ന് കോടതി. തിരക്കഥാകൃത്ത് റെജി മാത്യുവിന് മേജർ രവി 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോട്ടയം കൊമേഴ്ഷ്യൽ കോടതി ഉത്തരവിട്ടു. റെജിയിൽ നിന്ന് തിരക്കഥ വാങ്ങിയ ശേഷം മറ്റു 2 ആളുകളുടെ പേരിൽ സിനിമ പുറത്തിറക്കിയെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. സംവിധായകൻ മേജർ രവി ആവശ്യപ്പെട്ട പ്രകാരമാണ് 10-ലധികം സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയിട്ടുള്ള റെജി മാത്യു കർമ്മയോധ എഴുതുന്നത്. കഥയും തിരക്കഥയും സംഭാഷണവും റെജിയുടേത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും സിനിമയെക്കുറിച്ച് മേജർ രവിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമുണ്ടായില്ല. സിനിമാ മാസികയിൽ ചിത്രത്തിന്റെ പോസ്റ്റർ കണ്ടതോടെയാണ് റെജി മാത്യുവിന് ചതി മനസ്സിലായത്. സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും പൂർണ്ണമായി എഴുതി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയായിരുന്നു. ഏൽപ്പിച്ചതിന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനൊരു കൃത്യമായ നിർമ്മാതാവ് വന്നിട്ടില്ല, വന്നാൽ ഉടനെ നിങ്ങളുടെ പേയ്മെൻറ്റും ബാക്കിയുള്ള എഗ്രിമെൻറ്റുകളും സെറ്റിൽ ചെയ്യാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ കാണുന്നത് സിനിമാ മാസികകളുടെ ഫ്രണ്ട് പേജിലൂടെയാണ്. പിന്നാലെ 40 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് റെജി കേസ് നൽകി. കോടതിയിലെത്തിയപ്പോൾ കഥ തന്റേതാണെന്നും തിരക്കഥ മറ്റു 2 പേർ എഴുതിയതെന്നും മേജർ രവി വാദിച്ചു. എന്നാൽ സ്വന്തം കൈപ്പടൽ എഴുതിയ തിരക്കഥ റെജി കോടതിയിൽ നൽകി. ഇതിനെ ചെറുക്കാൻ മേജർ രവി ഉയർത്തിയതാകട്ടെ വിചിത്രവാദവും. ആർക്കും പരിചയമില്ലാത്ത ഞാൻ ചെല്ലുന്നു, ഓരോ തിരക്കഥയുടെ സീനുകളും മോഷ്ടിക്കുന്നു. അത് സംഭവിക്കൂ. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ഡിഫൻസ് ആണ് എടുത്തത്. അതാണ് എന്നെ ഏറ്റവും വലിയ, എന്നെ ഒരു മോഷ്ടാവ് എന്ന് അദ്ദേഹം വിളിച്ചത് ആണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവം. എന്നാൽ തിരക്കഥയിലെ മേജർ രവിയുടെ കൈപ്പടയും പ്രാരംഭഘട്ടത്തിൽ റെജിക്ക് നൽകിയ ബാങ്ക് ചെക്കും കോടതിയിൽ തിരിച്ചടിയായി. ഇദ്ദേഹം സീനുകൾ തിരുത്തി, അത് റെഡ് ഇങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പട തിരുത്തിയിരുന്നു. ക്രോസ് വിസ്താരം വന്നപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചു. അതൊരു പ്രധാന കാരണമായിട്ട് കോടതി എടുത്തു. പുറമെ ഒരു 10,000 രൂപ ആദ്യത്തെ ഡിസ്കഷന് ചെക്ക് മുഖേന കൊടുത്തിരുന്നു. അതും അദ്ദേഹത്തിന് നിരസിക്കാൻ നിവൃത്തിയില്ലാകും. കഥ, തിരക്കഥ, സംഭാഷണം എന്നിവയുടെ സമ്പൂർണ്ണ അവകാശം റെജി മാത്യുവിനെന്നാണ് കോടതി വിധി. കർമ്മയോധയുടെ തിരക്കഥ ഉപയോഗിച്ച് ഇതര ഭാഷകളിലും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. പകർപ്പവകാശ നിയമപ്രകാരം ഇതിൽ ലഭിച്ച തുകയിലും റെജി മാത്യുവിന് അവകാശം ഉന്നയിക്കാം. ഇതിനായുള്ള നിയമ പോരാട്ടം തുടരുമെന്നാണ് റെജിയുടെ നിലപാട്. എന്നാൽ വിധിയിൽ മേജർ രവി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സ്വന്തം തിരക്കഥ തന്റേതെന്ന് തെളിയിക്കാൻ 12 വർഷത്തിലധികമാണ് റെജി മാത്യു നിയമ പോരാട്ടം നടത്തിയത്. ഈ വിധി തനിക്ക് മാത്രമല്ല സമാന പരാതി ഉന്നയിക്കുന്നവർക്കുള്ള പിന്തുണയെന്നുമാണ് റെജി പറയുന്നത്. കോട്ടയത്ത് നിന്ന് ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം.